വിരട്ടലും വിലപേശലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇത് പറഞ്ഞത് പിണറായി വിജയൻ ജഗന്നാഥൻ, ആറാം തമ്പുരാനിലെ ജഗന്നാഥനല്ലേ പറഞ്ഞത്? അല്ലല്ല, ഇത് നമ്മുടെ മുഖ്യം പിണറായി വിജയൻ പറഞ്ഞു. പിണറായി വിജയനും പറഞ്ഞു. ആ ശരി, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് ഫേമസ്. വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട. ഇത് പക്ഷേ പറഞ്ഞത് പിണറായി വിജയൻ അല്ല, നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ്. ഇദ്ദേഹം പറഞ്ഞത് അമേരിക്കയോടാണ്, ഇന്ത്യയും ചൈനയും ഒന്നും അങ്ങനെ വിരട്ടാനൊന്നും നോക്കണ്ട എന്നുള്ളത്. അത് നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് പറയാനുണ്ടായ സാഹചര്യം എന്താണ്, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അതായത് പുടിൻ ചൈനയിലായിരുന്നല്ലോ, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി, അതിനുശേഷം ചൈനയുടെ വലിയ ബൃഹത്തായ സൈനിക പരേഡിലും അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഈ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം അറിയാമല്ലോ, ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം നടക്കുന്നു. അത് റഷ്യയുടെ പേരിലാണ്, റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതിൻ്റെ പേരിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും പുടിനോട് അത്തരത്തിൽ ചോദ്യം വരും. അപ്പോൾ നിലവിൽ അമേരിക്ക ലക്ഷ്യം വെച്ചേക്കുന്നത് ചൈനയെയും ഇന്ത്യയുമാണ്. കാര്യം ഇവർ രണ്ടുപേരുമാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പ്രധാന ആൾക്കാർ. അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുടിൻ പ്രതികരിച്ചത് എങ്ങനെയാണ്, ആ തരത്തിൽ ഈ രണ്ട് രാജ്യങ്ങളെയും വിരട്ടിക്കളയാമെന്ന് അമേരിക്ക ചിന്തിക്കരുത്. ഈ രീതിയിലുള്ള നിലപാടുകൾ എടുത്താൽ അത് വിലപ്പോവില്ല. കാരണം ഈ രണ്ട് രാജ്യങ്ങളിലും 150 കോടി വരുന്ന ജനസംഖ്യ ഉള്ള രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ അത്രയും വലിയ ഒരു ജനസഞ്ചയത്തെ നയിക്കുന്ന ഭരണാധികാരികൾ, അവരെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയമുണ്ടാകുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ട്രംപ് ചിന്തിച്ചത്. സ്വാഭാവികമായിട്ട് അവർ വൈകാരികമായി തന്നെ പ്രതികരിക്കുക. അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഇന്ത്യയിൽ നിന്നും ഒരു പക്ഷേ ചൈനയിൽ നിന്നും അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാകും എന്നുള്ളതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അതായത് ഈ രണ്ട് രാജ്യങ്ങൾക്കും അവർ ഇങ്ങനെയുള്ള വിരട്ടൽ വിലപ്പോകില്ല എന്ന് പറയാൻ കാരണവും പുടിൻ പറയുന്നുണ്ട്. കാര്യം ഈ രണ്ട് രാജ്യങ്ങളും പഴയ കൊളോണിയൽ കാലത്തിൻ്റെ ദുരിതങ്ങളെല്ലാം പേറിയ രണ്ട് രാജ്യങ്ങളാണ്. അന്നത്തെ കാലത്തെ എല്ലാ യാതനകളും സഹിച്ച് ഇന്നത്തെ കാലത്തെ ഈ രീതിയിലെത്തിയ രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്കെതിരെ പഴയ കൊളോണിയൽ നയവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവർ വില വെച്ച് കൊടുക്കില്ല. ഇനി ആ ഒരു കൊളോണിയൽ നയങ്ങൾക്ക് ഈ രണ്ട് രാജ്യത്തെ നേതാക്കളും അതിന് വഴങ്ങിക്കൊടുത്താൽ അതോടുകൂടി അവർ രണ്ടുപേരുടെയും രാഷ്ട്രീയ ഭാവി കഴിയും. കാരണം സ്വാഭാവികമാണ്, ഇത്തരത്തിൽ വലിയൊരു ജനത്തെ നയിക്കുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് പിന്നെ ഈ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിട്ട പിന്നെ ഒരു നേതാവേ അല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഉള്ള നിലപാടാണ് പുടിൻ പറയുന്നത്. അതേപോലെ ട്രംപ് ഇപ്പോൾ പയറ്റുന്നത് ഈ തുരുമ്പിച്ച വാളുകൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ കാലഹരണപ്പെട്ട ആശയം ഉപയോഗിച്ചിട്ടാണ് ട്രംപ് കൈകാര്യം ചെയ്യുന്നത്. ഈ കോളനിവൽക്കരണം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ കുതിര കയറി നയം നടപ്പിലാക്കുക എന്നൊക്കെ പറയുന്നത് പഴയകാല ആശയമാണ്. അത് ഈ കാലത്ത് അത് നടപ്പിലാവില്ല. അപ്പോൾ ട്രംപിനെതിരെയുള്ള കൃത്യമായ മറുപടിയും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നൊന്നുകൂടി പറയുന്നുണ്ട്, ഈ പറയുന്ന അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഈ നികുതി, അല്ലെങ്കിൽ അമേരിക്ക എല്ലാ രാജ്യങ്ങളോടും പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യാപാര യുദ്ധം, അതിനധികം ആയുസ്സൊന്നും ഉണ്ടാവില്ല. കാരണം കാലം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് നടപ്പിലാക്കുന്ന നയങ്ങളെല്ലാം തിരുത്തിയ ചരിത്രമേ അതാത് ഭരണാധികാരികൾക്ക് ഉണ്ടായിട്ടുള്ളൂ. കാര്യം അവർക്ക് നിലനിന്ന് പോകാനൊക്കില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ഈ രീതിയിലുള്ള തിരിച്ചടി പലയിടത്തുനിന്നും കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തീരുവ പ്രഖ്യാപിച്ചു എന്നുള്ളതിന് ട്രംപ് തന്നെ ഒരു മറുപടി കൊടുത്തിരുന്നു മുൻപ്. റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക, ഉക്രൈനുമായി നടക്കുന്ന യുദ്ധം അതോടെ അവസാനിപ്പിക്കുക. കാര്യം ഇന്ത്യയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ വലിയ കസ്റ്റമർ. ആദ്യത്തേത് ചൈനയാണ്. ചൈന ഏതാണ്ട് 67 ബില്യൻ്റെ ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോൾ ഇന്ത്യ 52 ബില്യൻ്റെ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് വിട്ടുപോയാൽ റഷ്യ സമ്മർദ്ദത്തിലാകും എന്ന് കരുതിയാണ് ട്രംപ് ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും നിലപാടെടുത്തത്. പക്ഷേ ഇത് ബൂമറാങ് ആവുകയാണ് ചെയ്തത്. റഷ്യ സമ്മർദ്ദത്തിലാകും എന്ന് കരുതി ചെയ്ത ഈ നടപടി വാസ്തവത്തിൽ അമേരിക്കയെയും ചൈനയെയും ഇന്ത്യയെയും ചൈനയെയും അമേരിക്കയിൽ നിന്ന് അകറ്റുകയും റഷ്യയുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തുദ്ദേശത്തിലാണോ ചെയ്തത് അതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ട്രംപ് ഇതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒടുവിൽ വന്ന പ്രതികരണം പ്രകാരം അദ്ദേഹം ഇപ്പോൾ നൽകിയത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ് എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന 50% താരിഫ് അത് ഒരു തുടക്കം മാത്രമാണ്. കൂടുതൽ നടപടികൾ ആദ്യം ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തി എന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ ഉപരോധം എന്നാണ് പറയുന്നത്. സാമ്പത്തിക ഉപരോധമാണ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ
കൂടുതൽ നികുതി ഭാരം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കും എന്നുള്ള ഒരു ഭീഷണിയും ട്രംപ് ഈ വൈകിയ അവസരത്തിലും തരുന്നുണ്ട്. അപ്പോഴാണ് ഒരു വല്യേട്ടൻ്റെ റോളിൽ പുടിൻ പറയുന്നത് ചൈനയെയും ഇന്ത്യയെയും ആ രീതിയിലുള്ള വിരട്ടലും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ ചരിത്രം തന്നെയാണ്, അവരുടെ പിന്തുണ, അവരുടെ പിൻബലം തന്നെയാണ്. കാര്യം ഈ പറഞ്ഞ പരിപാടികളെല്ലാം അതിജീവിച്ച് വന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്, അതിൻ്റെ നേതാക്കളാണ്. അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിലപാടെടുക്കൂ. അത് സുനിശ്ചിതം. അല്ല, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ ചൈനീസ് താരിഫ് യുദ്ധം നടക്കുന്ന സമയത്ത് 2 ആഴ്ച എന്തോ ആയി ചൈനീസ് പ്രതിനിധി പാശ്ചാത്യ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതായത് വി ഡോണ്ട് കെയർ എന്നാണ് പറഞ്ഞത്. കാരണം നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ചൈനയോടും ഇന്ത്യയോടും 2 സമീപനമാണ് എടുക്കുന്നത്. കാരണം അവിടെ തന്നെ നമുക്ക് ആ ഒരു ഹൈറാർക്കി കാണാൻ പറ്റും. ചൈനയോട് കുറച്ചും കൂടെ മയമുണ്ട്, ഇന്ത്യയിലൂടെ ഒട്ടും മയമില്ല ആ ഒരു രീതിയിൽ. കാരണം ആ ഒരു രീതിയിൽ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് ആ തട്ട്. പക്ഷേ ഇവിടെ ആ ചൈനീസ് പ്രതിനിധി പറഞ്ഞൊരു കാര്യമാണ് വളരെ ശ്രദ്ധേയം. 5000 വർഷത്തെ പാരമ്പര്യമാണ് എൻ്റെ രാജ്യത്തിനുള്ളത്, 257 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള രാജ്യം എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് പറയുമ്പോൾ വ്യക്തമാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാർക്കും പറയാം, ഡച്ചിനെ അതിജീവിച്ചു, പോർച്ചുഗീസിനെ അതിജീവിച്ചു, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞു കിടന്ന് ബ്രിട്ടനെയും നമ്മൾ അതിജീവിച്ചു. അപ്പോൾ പിന്നെ അതിനപ്പുറമൊന്നും അല്ലല്ലോ, വലുതല്ലല്ലോ ഈ അമേരിക്ക എന്നുള്ളതാണ് ഇന്ത്യയും പറയുന്നത്. അതെ, ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് ചൈനയ്ക്കില്ലാത്ത നികുതി ഭാരം ഇന്ത്യക്ക് മേൽ തരുന്നു? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. കാരണം ചൈന എന്ന് പറയുന്നത് ഒരു എക്സ്പോർട്ട് ഹബ്ബാണ്. ഈ അമേരിക്കയിലുള്ള പല ടെക് കമ്പനികൾ പോലും അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾക്ക് ആശ്രയിക്കുന്നത് ചൈനയാണ്. അപ്പം ചൈനയെ പിണക്കിയാൽ അതിൻ്റെ ദുരന്തം അമേരിക്ക ഏറ്റുവാങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും എന്നുള്ളത് അറിയാം. ആ ഒരു പണി കിട്ടിയത് കൊണ്ടാണ് ചൈനയ്ക്കെതിരെ അമേരിക്ക പത്തി മടക്കിയത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കൂടുതലും കയറ്റി അയക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളാണ്, കാർഷിക വിഭവങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ചൈന അയക്കുന്നത് പോലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് താരതമ്യേന കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്ര ഭീമാകാരമായ 50% വരെ നികുതി ചുമത്താം എന്നുള്ളൊരു നിലയിലേക്ക് ട്രംപ് വരുന്നത്. പിന്നെ ട്രംപിന് അതിനൊരു ന്യായീകരണവും കൂടിയുണ്ട്. കാരണം 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി അത് വളരെ ഭീകരമാണ് എന്നുള്ളതാണ് ട്രംപിന്റെ കണ്ടുപിടുത്തം. അതായത് ഇന്ത്യ ചൈനയിലേക്ക് ധാരാളമായി കയറ്റി അയക്കുന്നു, അവിടുന്ന് അധികം വാങ്ങുന്നില്ല. അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഭീമാകാരമായ നികുതി ചുമത്തി അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു, കൊള്ളയടിക്കുന്നു. അതെ, അത് കൊള്ള മറ്റൊരു രീതിയിൽ കൂടി പറയുന്നുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച് യൂറോപ്യൻ വിപണികളിൽ പ്രീമിയം ഉൽപ്പന്നങ്ങളാക്കി വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കുന്നു. ഈ തരത്തിലാണ് ഇന്ത്യ ഇതിൽ നേട്ടമുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വിശേഷണങ്ങൾ എത്രയൊക്കെയോ ഉണ്ട് പറയാൻ. ഇനിയും മറ്റേ ചന്തു പറയുന്ന പോലെ പാണന്മാർ പാടി നടക്കുന്ന എന്തൊക്കെയുണ്ട് ബാക്കി എന്ന് പറയുന്ന പോലെയാണ് ട്രംപിൻ്റെ അവസ്ഥ. ഏതായാലും രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം അദ്ദേഹത്തെ അന്ധമായി പിന്തുണച്ചിരുന്നവർ പലരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് അത് വിനാശകാലി വിപരീത ബുദ്ധി എന്ന ഫലമാണ് ഉണ്ടാക്കുന്നതെന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ട്രംപിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ട്രംപ് വെച്ച കാൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇത് ഏകപക്ഷീയമല്ല. ഒരു കരാർ എന്ന് പറയുന്നത് റദ്ദാക്കുമ്പോൾ അതിൻ്റെ തിക്താനുഭവം ഉണ്ടാകുന്നത് ഏകപക്ഷീയമായിരിക്കില്ല. ഇതിൻ്റെ ചെറുതെങ്കിലും ഒരു പ്രതിഫലനം അമേരിക്കയിലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ താമസമില്ലാതെ തന്നെ ട്രംപിന് ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്.